ഹലോ ഹായ് വണക്കം വണക്കം. അങ്ങനെ ഓഗസ്റ്റ് 1, 2025 ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡായിട്ടുള്ള മൂത്തേടത്തമ്മ അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇതിനെ നാഷണൽ അവാർഡെന്നും അതിനെ ഒരുപാട് ആൾക്കാർ ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ന് ഈ അടുത്ത കുറച്ച് കാലങ്ങളായിട്ട് അതിനെ മൂത്തേടത്തമ്മ അവാർഡ് എന്ന് വിളിക്കാനാണ് എനിക്കിഷ്ടം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ നിഷ്പക്ഷമായിട്ടുള്ള സിനിമാ സ്നേഹവും അതുപോലെ തന്നെ അർഹമായവർക്ക് അവാർഡ് കിട്ടണമെന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാഷണൽ അവാർഡ് എന്നുള്ള പേര് നിങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇതിനെ മൂത്തേടത്തമ്മ അവാർഡ് എന്ന് തന്നെ വിളിക്കും. സോ നമുക്ക് എന്തായാലും കൂടുതൽ ദീർഘിപ്പിക്കാതെ മൂത്തേടത്തമ്മ അവാർഡിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ആദ്യം നമ്മുടെ മികച്ച നടന്മാരെ തിരഞ്ഞെടുത്തത് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഷാറുഖ് ഖാൻ ആൻഡ് വിക്രം മാസി. ഷാറുഖ് ഖാന് ജവാൻ എന്ന സിനിമയിലാണ് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വിക്രം മാസിക്ക് 12th ഫെയിൽ എന്ന സിനിമയിലാണ് ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് രണ്ടുപേരും കൂടെ പങ്കെടുത്തേ എന്ന് പറഞ്ഞു. ഓക്കെ, നോ പ്രോബ്ലം, പങ്കിട്ടോട്ടെ. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഷാറുഖ് എന്ന നടൻ പുള്ളിക്കാരൻ അഭിനയിച്ച് ഫലിപ്പിച്ച ചില സിനിമകളുണ്ടായിരുന്നു. ഒന്ന് സ്വദേശ്, 2 ചക് ദേ ഇന്ത്യ, 3 മൈ നെയിം ഈസ് ഖാൻ. ഈ 3 സിനിമകൾക്കും അർഹമായ യാതൊരു അംഗീകാരവും കൊടുക്കാത്ത, ഒരു തരത്തിലും ഒരു മികച്ച നടനെന്നോ ഒരു തരത്തിലുള്ള ഒരു അവാർഡുകളും കൽപ്പിക്കാതെ തള്ളിക്കളഞ്ഞ ജൂറികൾക്ക് മുമ്പിൽ ജവാൻ എന്ന സിനിമ എന്തിനാണ് അവാർഡ് കൊടുത്തതെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സംശയം. അവർ പറഞ്ഞിരിക്കുന്നത് ആ വാർദ്ധക്യമായിട്ടുള്ള കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്ന ഷാറുഖ് ഖാന് കുറച്ചുകൂടെ റിയലിസ്റ്റിക് എന്നായിരുന്നു. പക്ഷേ ഇതിനൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മലയാളത്തിൽ നിന്ന് ഗംഭീരമായിട്ടുള്ളൊരു സിനിമ പോയിട്ടുണ്ടായിരുന്നു. പേര് ആടുജീവിതം. ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു 16 വർഷം ഒരു സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയും അതിനുപരി ഒരു നടൻ തൻ്റെ കരിയറിൽ തന്നെ കുറേ സിനിമകൾക്ക് തൻ്റെ ഈ ഒരു ഗെറ്റപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടും ഇതിനു വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്തി, പ്രായത്തിനനുസരിച്ചുള്ള രൂപമാറ്റങ്ങൾ വരുത്തിയും നജീബായി ജീവിച്ചപ്പോൾ ഇവിടെ ഷാറൂഖിൻ്റെ വയസ്സനായിട്ടുള്ള ഗെറ്റപ്പിനായിരുന്നു ഏറ്റവും വലിയ റിയലിസ്റ്റിക് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവാർഡ് കൊടുത്തത്. അവാർഡ് കൊടുത്തതാകട്ടെ ഷാറൂഖിനെ തന്നെ നായകനാക്കി സ്വദേശ് എന്ന സിനിമ സംവിധാനം ചെയ്ത അശുതോഷ് ഗോവാർക്കിയർ ആയിരുന്നു. പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തതെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. എനിവേ, ഷാറൂഖ് ഇത് അർഹിക്കുന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടും അത് അർഹിക്കുന്നതല്ല. പക്ഷേ അർഹിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇതൊന്നും ലഭിക്കാതെ പോയി എന്നുള്ളതാണ് വിഷമിപ്പിക്കുന്നൊരു കാര്യം. എന്താണെങ്കിലും വിക്രം മാസിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 12th ഫെയിൽ എന്ന സിനിമ ഗംഭീര വർക്കായിരുന്നു. നമ്മൾ ഇട്ടിരിക്കുന്ന റിവ്യൂ ഇപ്പോഴും ചാനലിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ ഇത്രയും ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു മൂവി അത് വേറെ ലെവലാണ്. അതുപോലെ തന്നെയായിരുന്നു വിക്രം മാസിയുടെ പ്രകടനം. അദ്ദേഹം അത് അർഹിക്കുന്ന അവാർഡ് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ട് പൃഥ്വിരാജ് എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, റീസെൻ്റ് ആയിട്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറെ കോളിളക്കം സൃഷ്ടിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ചൊടിപ്പിച്ച, ഏറ്റവും കൂടുതൽ ആൾക്കാരെ മീൻസ് നമ്മൾക്ക് ജാതിയില്ല മതമില്ല പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുകയും അടിയിൽ കൂടെ പാര കയറ്റി ബാക്കിയുള്ളവരിട്ട് പണിയുകയും ചെയ്യുന്ന ചില വ്യക്തിത്വങ്ങൾ, ചില പ്രത്യേക വിഭാഗക്കാർ, അവർക്ക് മാത്രമായിരുന്നു ഈ സിനിമ കൊണ്ടത്. പക്ഷേ കൊള്ളേണ്ടടുത്ത് കൊണ്ടത് കൊണ്ട് കിട്ടേണ്ടടുത്ത് കിട്ടാതെ പോയതല്ല, കിട്ടാതെ പോക്കി. ഇതുപോലെ തന്നെയായിരുന്നു മുൻപ് പല കാലഘട്ടങ്ങളിലും മമ്മൂട്ടി, മോഹൻലാൽ എന്നീ നടന്മാരും നേരിടേണ്ടി വന്നിട്ടുള്ള സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ. സൗത്തിനോട് അവർക്ക് എപ്പോഴും ഒരു വിരോധമാണ്. കാരണം ഗോസായിമാർക്ക് എപ്പോഴും വെളുത്തിരിക്കുന്നവർക്ക് അവാർഡ് കൊടുക്കുന്നതായിരിക്കും ഭയങ്കര താല്പര്യം. അതിൽ തന്നെ ജാതിയും മതവും വർഗവും വർണ്ണവും ഒക്കെ നോക്കിയിട്ട് ഭയങ്കര ക്വാളിറ്റിയോട് കൂടിയേ ഗോസായിമാർ പലപ്പോഴും അവാർഡ് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരിക്കൽ നവാസുദ്ദീൻ സിദ്ദിഖി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അതായത്, ഞാൻ കറുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും എന്നെ പലയിടങ്ങളിലും അവഗണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. സോ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ പൃഥ്വിരാജിന് എന്തിന് അവാർഡ് കൊടുക്കണം? പൃഥ്വിരാജ് ചെയ്ത കഥാപാത്രം എന്ത് മോശമാണടേ, എന്തൊരു കൂതറ അഭിനയമാണ്. അയാൾ എന്തിനാണ് ചുമ്മാ പട്ടിണി കിടന്ന് വയറ് പറ്റിച്ച് ഇങ്ങനെ നാട്ടുകാരുടെ മുമ്പിൽ വന്ന് ടാൻ അടിപ്പിച്ച ബോഡിയുമായിട്ട് നിന്ന് കരഞ്ഞു കാണിച്ചത്? ഈ സിനിമയിൽ എന്തിരിക്കുന്നു? സോ നേരെ നോക്കടാ, ജവാനിലേക്ക് നമ്മുടെ അണ്ണൻ വന്ന് നിന്ന് ആ വയസ്സനായിട്ടുള്ള കഥാപാത്രം ചെയ്യുന്ന പരിപാടികളൊക്കെ നിങ്ങൾ കണ്ടു നോക്ക്. വമ്മാല, ഇതാണ്ട സിനിമ. സോ അതുകൊണ്ടായിരിക്കും ജവാന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുത്തത്. നെക്സ്റ്റ് നമുക്ക് നേരെ പോവാം. മികച്ച സഹനടി ഉർവശി ചേച്ചി. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആക്ട്രസിനെ എടുത്ത് വെച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 3-ൽ ഉൾപ്പെടുത്താവുന്ന ഗംഭീര ആക്ട്രസ്. ക്യാരക്ടറിൻ്റെ ട്രാൻസ്ഫോർമേഷൻസ് എന്താണെന്ന് അറിഞ്ഞ് കണ്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസിനെ ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറൊരാളെ എടുത്തു വെക്കാൻ പറ്റത്തില്ല. അത്രത്തോളം ഗംഭീരമായിട്ടുള്ളൊരു നടിയാണ്. പക്ഷേ
ഇപ്പോഴും ഇവിടെ നയിച്ച ലിസ്റ്റിൽ മികച്ച നടിക്കുള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ട് പോലും പുള്ളിക്കാരിയെ സഹനടിയായി മാത്രമേ പരിഗണിക്കാൻ ഗോസായിമാർക്ക് സാധിച്ചുള്ളൂ. സോ മൂത്തേടത്തമ്മ അവാർഡ്സ് ഗോസ് ടു ഉർവശി ചേച്ചി, മികച്ച സഹനടി. സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ട് മികച്ച സഹനടനായിട്ട് വിജയരാഘവൻ ചേട്ടനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് പൂക്കാലത്തിൽ. ഓക്കെ, കുഴപ്പമില്ല. പൂക്കാലത്തിൽ അദ്ദേഹം നല്ല എഫേർട്ട് ഇട്ട് നല്ലൊരു ക്യാരക്ടറായിരുന്നു, നല്ല അഭിനയമായിരുന്നു, ഡിസേർവ്ഡ് ആണ്, അദ്ദേഹം അത് അർഹിക്കുന്നുമുണ്ട്. ദ കേരള സ്റ്റോറി. അങ്ങനെ കേരളത്തിന്റെ ദുർഘടം പിടിച്ച ആ കഥയും കഥാപശ്ചാത്തലങ്ങളെയും ലോകത്തിന് മുന്നിലേക്ക് വിളിച്ചു കാണിച്ച ആ ഊളപ്പടത്തിന് ഈ ഒരു അവാർഡ് കൊടുത്ത് ഇതിനെ നാഷണൽ അവാർഡ് എന്ന പേരിൽ നിന്നും മൂത്തേടത്തമ്മ അവാർഡ് എന്ന ലെവലിലേക്ക് മാറ്റാൻ കാണിച്ച ആ ഒരു വലിയ മനസ്സ് വമ്മാലെ ഈ തണ്ട അവാർഡ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിൽ പലപ്പോഴും അവാർഡ് പ്രഖ്യാപനം നടക്കുന്നതെന്നുള്ളത് റീസെൻ്റ് ആയിട്ട് പല കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. മുൻപൊരിക്കൽ നാഷണൽ അവാർഡ്സ് പല താരങ്ങളും നിരസിച്ചു എന്ന് പറയുന്നത് പോലും നമ്മൾ കേൾക്കേണ്ടി വന്നു. ഒരു കാലഘട്ടത്തിൽ നാഷണൽ അവാർഡിലേക്ക് പരിഗണിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ പോലും ഭയങ്കര റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സമയം ഉണ്ടായിരുന്നു. അതിനുശേഷം നാഷണൽ അവാർഡ്സ് കിട്ടിയെന്ന് പറഞ്ഞാലോ അതിനേക്കാൾ കൂടുതൽ റെസ്പെക്ട് മൊമെൻ്റ് ആയിരുന്നു. നമ്മളൊക്കെ കൈയടിച്ച നിമിഷങ്ങളുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ അങ്ങ് വിടാൻ പറ്റുമോ? നമുക്ക് പണി ചെയ്യുന്നവർക്കും നമുക്ക് വിടുകയില ചെയ്യുന്നവർക്കും അവാർഡ് കൊടുക്കുന്നതല്ല ഏറ്റവും ബെസ്റ്റ്. മികച്ച സിനിമാറ്റോഗ്രഫി. എൻ്റെ പൊന്നളിയ, ഷോർട്ട് ഫിലിം പിടിക്കുന്ന നമ്മളെല്ലാവരും കളിയാക്കിക്കൊണ്ടിരുന്നൊരു ഷോർട്ട് ഫിലിമുണ്ട്, ഏട്ടാ ഈ കോഫി. ആ ഷോർട്ട് ഫിലിമും എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് എല്ലാവരും വരണം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമും ഒക്കെ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ അതിനകത്ത് കാണിച്ചിരിക്കുന്ന സിനിമാറ്റോഗ്രഫിയുടെ ക്വാളിറ്റി പോലും ഈ ബാണപ്പടത്തിന് ഇല്ലായിരുന്നു എന്നുള്ളത് പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഈ സിനിമാറ്റോഗ്രഫിയും നമ്മുടെ ആടുജീവിതം എന്ന സിനിമയിലെ സിനിമാറ്റോഗ്രഫിയും വെച്ചൊന്ന് കമ്പാരിറ്റീവ്ലി നോക്കിക്കഴിഞ്ഞാൽ ആടുജീവിതത്തിലെ ഫ്രെയിംസിന് മേലെ വെക്കട ഒരു ഫ്രെയിം എന്ന് പറയാൻ പറ്റുന്ന കോൺഫിഡൻസ് ഓരോ പ്രേക്ഷകനും ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ സാമൂഹിക പ്രസക്തമായ ചില കാര്യങ്ങളാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ ഈ സിനിമയ്ക്ക് തന്നെയാണ് അവാർഡ് കൊടുക്കുന്നത് എന്നുകൂടി പറഞ്ഞു. എനിവേ, കൂടുതലൊന്നും പറയാനില്ല. പ്രൊപ്പഗണ്ടയ്ക്ക് അവർ ഇപ്പോൾ വിളിക്കുന്ന പേര് രാജ്യസ്നേഹമെന്നും സത്യമെന്നുമൊക്കെയാണ്. സോ അത്തരത്തിൽ സത്യം വിളിച്ച് പറഞ്ഞതുകൊണ്ട് സ്റ്റുപ്പിഡോ സെന്നിന് ഇങ്ങനൊരു അവാർഡ്, സുദീപ്തോ സെന്നിന് ഇങ്ങനൊരു അവാർഡ് കൊടുത്തതിൽ മൂത്തേടത്തമ്മ അവാർഡായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തിൻ്റെ അധപ്പതനം എവിടെ തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ മതവും വർഗീയവാദികളും ആ രാഷ്ട്രത്തിന് മേൽ കൈ ഉയർത്തുമ്പോൾ, ആ രാഷ്ട്രത്തിന് മേൽ അവർ അധികാരത്തിലെത്തുമ്പോൾ മുതൽ എന്ന് പറയേണ്ടി വരും. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവാർഡ് പ്രഖ്യാപനങ്ങളിലും നമ്മൾ കാണുന്ന പല കാഴ്ചകളും. കലയ്ക്കുമേൽ വർഗീയതയുടെ നിഴൽ വീണ് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ശബ്ദിക്കുമ്പോൾ സൂക്ഷിച്ച് ശബ്ദിക്കുക. അതല്ല കുഴലൂത്താണ് താല്പര്യമെങ്കിൽ അത് ചെയ്യുന്നവർ ഇനിയും അംഗീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുതന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്ന ഏറ്റവും നല്ല ഗുണപാഠം. സോ കൂടുതലൊന്നും പറയാനില്ല. മൂത്തേടത്തമ്മ അവാർഡുകൾ ഇനിയും പ്രഖ്യാപിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അർഹരായവർ പുറത്തു നിൽക്കും. അർഹതയില്ലാത്ത ചില റോക്കറ്റുകൾ അർഹതയില്ലാത്ത സ്ഥാനങ്ങളിലേക്ക് വലിഞ്ഞു കയറി അവിടെ ഇരുന്ന് അവാർഡും തൂക്കിപ്പിടിച്ച് ജയ് മൂത്തേടത്തമ്മ എന്ന് പറയേണ്ട അവസ്ഥയും വരും. ഉത്തരേന്ത്യക്കാർക്ക് സൗത്ത് ഇന്ത്യൻസിനോട്, സൗത്ത് ഇന്ത്യൻ സിനിമകളോട് ഏറ്റവും കൂടുതൽ പരിഹാസവും പുച്ഛവുമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ മികച്ച താരങ്ങളെ, മികച്ച അഭിനയ മുഹൂർത്തങ്ങളെ പലപ്പോഴും അവർ കണ്ടില്ല എന്ന് വെച്ചിട്ടുണ്ട്. മനഃപൂർവ്വം അവർക്ക് വിടുവേല ചെയ്തവർക്ക് വേണ്ടിയിട്ട് ആ അവാർഡുകൾ നീക്കി വെച്ചു കൊടുക്കുകയും കഷ്ടപ്പെട്ട് ഇത്രയും ഡെഡിക്കേറ്റഡ് മനോഭാവത്തോടു കൂടി അഭിനയിച്ച് ഫലിപ്പിച്ച സൗത്തിനോട് എന്നും അവർക്ക് പുച്ഛവും പരിഹാസവും മാത്രമായിരുന്നു. ഇതിന്നും ഇന്നലെയും തുടങ്ങിയ കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിതൊരു പുത്തരിയായിട്ട് തോന്നേണ്ട കാര്യവുമില്ല. അർഹിക്കുന്ന അവാർഡുകൾ ജനമനസ്സുകളിൽ കിട്ടുകയും അതിനോടൊപ്പം തന്നെ മറ്റ് പലയിടങ്ങളിലും അതൊക്കെ സ്വീകരിക്കപ്പെടുകയും ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പണ്ടൊരിക്കൽ കേരളത്തിൽ നിന്ന് തഴഞ്ഞുവിട്ട സിനിമയായിരുന്നു പിന്നീട് ഓസ്കാർ വരെ എത്തി നിന്നത്, ആദാമിൻ്റെ മകൻ അബു. സോ ഇങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മുടെ മുന്നിൽ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കരുതിയിരിക്കാം, കാത്തിരിക്കാം. പുതിയ വീഡിയോസ് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ വരുന്ന വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.